ഹലോ, ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മളിങ്ങനെ ഒരു കുറച്ചെങ്കിലും ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാനൊരു 5 മണിക്ക് സമയത്ത് ഇറങ്ങി വന്നപ്പോൾ നോക്കിയപ്പോണ്ട് നമ്മുടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ചെടികളുണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചൂട് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ള് വാടിയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊക്കെ വെള്ളം ഒഴിച്ച് ആ സമയം കൊണ്ട് തന്നോടെയൊക്കെ ഓടിക്കളിച്ച്. ഇപ്പോൾ വെച്ചാൽ വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല കളിക്കാനായിട്ട്, അവരൊക്കെ നാട്ടിൽ പോയി കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെയൊക്കെ ഓടിക്കളിച്ച്. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിന്ന് പാനിപൂരി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൽ ഞാൻ പാനിപ്പൂരിയുടെ പപ്പട് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അതും വാങ്ങി, കുറച്ച് മിൻറ്റ് ലീവ്സും വാങ്ങിട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മിൻറ്റ് ലീവ്സൊക്കെ നല്ലപോലെ കഴുകി അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിൽ മല്ലിയുടെ ഇല അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ, മല്ലിയില. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. പിന്നെ ജിഞ്ചർ ഉണ്ടായിരുന്നില്ല ഇടാനായിട്ട്, അപ്പോൾ ഒരു കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരു ചെറിയ കഷ്ണം, നല്ല എരിവ് കൊടുത്ത പച്ചമുളക്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ അരിപ്പ വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ മാത്രം കളറ് ഭയങ്കര ഡാർക്കായിട്ടിരിക്കണേ. ബാക്കി എല്ലാവരും ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല പച്ചയിട്ടിരിക്കാറുണ്ട്. പിന്നെയാണ് എനിക്ക് സംഭവം മനസ്സിലായത്, മല്ലിയുടെ ഇല കുറച്ചും അധികം വേണം, മിൻറ്റ് ലീവ്സ് കുറച്ച് കുറവായിരുന്നു വേണ്ടത്. സാരില്ല, നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല. കുറേ ഇങ്ങനെ പരീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ ശരിയാവുക. അത് കാരണം സാരില്ല, പക്ഷേ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു പാനി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് തന്നെ. പക്ഷെ എന്നാലും എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ആദ്യത്തെ അറ്റംപ്റ്റ് ആണല്ലോ. പിന്നെ രസമൊക്കെ ഉള്ള കാരണം പിന്നെ അങ്ങോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളർ ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ പാനിയുടെ പരിപാടി ആദ്യം കഴിച്ച് വെച്ച് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അപ്പം ഇതേപോലെ പാക്കറ്റിലാണ് കേട്ടോ കിട്ടുക, ചെറിയ പൂരീസായിട്ട്. അപ്പോൾ നമുക്കത് വേഗം വറക്കാം കേട്ടോ. അത് വെളിച്ചെണ്ണയിൽ ഇട്ടപ്പോൾ ഇങ്ങനെ നല്ല രസമായിട്ട് ഉണ്ടയായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പൂരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കുക്കിങ്ങിനോട് ഒരു പാഷൻ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് തോന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല, നല്ല മടിയായിരിക്കും. ഇങ്ങനെ കുക്കിങ്ങിനോട് താല്പര്യമില്ല എന്ന് വെച്ചാൽ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ ശരിയാവൊന്നുമില്ല എപ്പോഴും. പക്ഷേ എന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാനായിട്ട് ഇഷ്ടമാണ്. സമയമുണ്ട് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അങ്ങനെ കുറച്ച് പൂരീസൊക്കെ ഉണ്ടാക്കിട്ടോ, നല്ല ഗുണ്ടുമണി പൂരീസ് ഉണ്ടായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, ഗുണ്ടുമണിയായിട്ട് ഇങ്ങനെ വരണം കാണാനായിട്ട്. അങ്ങനെയുള്ള പൂരികളൊക്കെ നമ്മൾ വറുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കോണിൻ്റെ ചാട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺ ചാട്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ട് വെച്ചാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതേനെ നമ്മുടെ ഗുണ്ടുമണി പൂരീസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ലാസ്റ്റ് വണ്ണും കൂടി അതിൽ വെച്ച്. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ട്, പാനിക്ക് കളറില്ല എന്നുള്ളൂ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൂരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ കഴിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങും അതേപോലെ തന്നെ കോണിൻ്റെ ഫില്ലിങ്ങും കേട്ടോ ചെയ്യണത്. ഇത് രണ്ടും വെച്ചിട്ട് ആ പാനിയിൽ മുക്കിയിട്ടായിട്ട് കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വല്ല സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ പാനിപ്പൂരിയുടെ പപ്പട് കിട്ടുകയാണെന്ന് വെച്ചാൽ മേടിച്ച് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. നമ്മൾ എപ്പോഴും ഈ കടയിൽ പോയി കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണല്ലോ നമ്മളുണ്ടാക്കി കഴിക്കണത്. അപ്പോൾ അത് കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കളറ് കുറവാണ്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ.